മാസങ്ങളോളമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസ്, ബുച്ച് വിൽമോർ എന്നിവരെ മടക്കിയെത്തിക്കുവാനുള്ള നാസ സ്പേസ് എക്സ് ദൗത്യം മുടങ്ങി. സ്പേസ് എക്സിന്റെ ക്രൂ 10 ദൗത്യമാണ് വിക്ഷേപിക്കുന്നതിന് മുൻപ് സാങ്കേതിക തടസ്സത്താൽ നിർത്തിയത്. പുതിയ വിക്ഷേപണ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ബഹിരാകാശ സഞ്ചാരികളായ സുനിതയും വിൽമോറും 16-ന് മടങ്ങിയെത്തുവാനുള്ള സാധ്യത ഇതോടെ മങ്ങി. 9 മാസത്തോളമായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ഇരുവരെയും തിരികെ എത്തിക്കുവാൻ നാസയും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും ചേർന്നുള്ള ദൗത്യമാണ് ക്രൂ 10. പകരക്കാരായ സംഘം ക്രൂ 10-ൽ ബഹിരാകാശ നിലയത്തിൽ എത്തിയാലാണ് ഇരുവർക്കും മടങ്ങാനാവുക. നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഫാൽക്കൺ റോക്കറ്റ് വിക്ഷേപിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിന്റെ തത്സമയ വീഡിയോ സംപ്രേഷണവും ഒരുക്കിയിരുന്നു. വിക്ഷേപണത്തിന് 4 മണിക്കൂർ മുൻപാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് എഞ്ചിനീയർമാർ കണ്ടെത്തിയതെന്ന് നാസ ലോഞ്ച് കമന്റേറ്റർ ഡൊറോൾ നെയിൽ പറഞ്ഞു. പുതിയ വിക്ഷേപണ തീയതി ഔദ്യോഗികമായി സ്പേസ് എക്സ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വ്യാഴാഴ്ച രാത്രിയോടെ അടുത്ത ശ്രമം നടക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ബോയിങ്ങിന്റെ പുതിയ സ്റ്റാർലൈനർ ക്യാപ്സൂളിൽ തകരാറുകൾ സംഭവിച്ചതോടെയാണ് സുനിതയും ബുച്ച് വിൽമോറും നിലയത്തിൽ കുടുങ്ങിയത്. ഉദ്ഘാടന ദൗത്യത്തിനു ശേഷം ആളില്ലാതെ മടങ്ങുവാൻ സ്റ്റാർലൈനറോട് നാസ നിർദ്ദേശിച്ചു. പിന്നാലെ ഇരുവർക്കും മടങ്ങുവാൻ സ്പേസ് എക്സ് വഴി ക്രമീകരണം ചെയ്യുകയായിരുന്നു.